അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഡിസംബർ 31 അതായത് കഴിഞ്ഞ ന്യൂ ഇയറിന്റെ ആ തലേ ദിവസം ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെടുകയുണ്ടായി. ആ മനുഷ്യന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നിയിട്ടുണ്ട് മനസ്സിൽ. കാരണം ആ മനുഷ്യൻ മരിക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞത്, മണ്ണിന്റെ മണം എൻ്റെ ശരീരത്തിൽ നിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അതായത് മരണത്തിനെ കുറിച്ചുള്ള ചിന്തയിലേക്ക് ആ മനുഷ്യൻ പോയിട്ടുണ്ട് എന്ന്. ഞാൻ ഈ ഒരു വിഷയം പറയുന്നത് നമ്മളിൽ പലർക്കും ഇതേവരെ തോന്നാത്ത ഒരു കാര്യം. ആ മനുഷ്യന്റെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. മിസ്റ്റർ അൽഷൈമർ, ചിലവർക്ക് ഞാൻ അൽഷൈമറാകാം, ചിലവർക്ക് ഞാൻ നല്ലോനാകാം, വെടക്കോനാകാം. ആരോ ഒരാളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായി, എന്തായാലും എനിക്ക് പിരാന്താണ്, നീ എങ്ങനെയെല്ലാം ജീവിച്ച മനുഷ്യനാ, ഇപ്പൊ എന്താ ഇങ്ങനെ. ഞാൻ ചിന്തിച്ച്, കാരണം എന്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്, മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പരംവിധി ചുമ്മായിട്ട് ചൊങ്കില് നടക്കുന്ന ശുചാഹത്ത് നാമുക്കുണ്ട് നാട്ടിലെ, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ. എന്റെ കൂട്ടുകാരിൽ ഒരുപാട് അസ്സലാമു അലൈക്കും പറഞ്ഞു പോയി കേട്ടാ, ഒരുപാട് പേര് മണ്ണ് തിന്ന്. ഇപ്പൊ അടുത്ത് ഇൻഷാ അല്ലാഹ് നമ്മളങ്ങോട്ടേക്ക് തന്നെയാ, കാരണം മണ്ണിന്റെ മണം വരാൻ തുടങ്ങി. ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു മരുന്ന് പറഞ്ഞു തരാം. ഈ രാന്താണെങ്കിൽ വിചാരിച്ചോളൂ, അതൊരു മൊഞ്ച. അതായത് രാത്രി നല്ല കടുപ്പത്തിലുള്ള കട്ടൻ കാപ്പി ആക്കുക, നമ്മളെ നാടൻ കാപ്പിപ്പൊടിയില്ലേ അതിൽ, എന്നിട്ട് പഞ്ചസാര ഇടണ്ട, 2 സ്പൂണ് ഒലിവ് ഓയിൽ അങ്ങ് ഒഴിച്ചിട്ട് കുടിക്കുക. എന്റെ മോന് എല്ലാ രോഗവും പോയി. എന്ത് രോഗം പോയി? നമുക്ക് ഈ ശോചനം ക്ലിയർ ആയി കഴിഞ്ഞാലുണ്ടല്ലോ, ഗ്യാസ് ട്രബിള്, നടുവേദന, തലവേദന, നെഞ്ഞുവേദന, ഇങ്ങനെ പറയപ്പെടുന്ന എല്ലാ രോഗവും അങ്ങ് പോയി കിട്ടും. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയം ഏതാണെന്നറിയാവുക? ഷെറ് വരുമ്പോ സന്തോഷിക്കണം. ഈ ഷെറ് വരുമ്പോ സന്തോഷിക്കണമെങ്കിലില്ലേ, നല്ലൊരു ഈമാന്റെ കട്ടി വേണം കേട്ടാ. അത് എല്ലാവർക്കും പറ്റുന്നൊരു സംഗതി ഒന്നല്ല ഈ ഷെറ് വരുന്ന സമയത്ത് സന്തോഷിക്കാന്ന് പറയുന്നത്. ഈ ഷെറ് വരുന്ന സമയത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ, ഹൈറ് 100% 100% ഹൈറ് വരും എന്നുള്ളതാ. എന്തായാലും വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ, ഒരു 50-60 വയസ്സിലുള്ള 70 വയസ്സിലുള്ള ഒരു മനുഷ്യന്മാർ അവർ സന്തോഷത്തിലാണ്. കാരണം പലതും അവർ അതിജീവിച്ച് പിന്നെ ഒരു സ്വസ്ഥ ജീവിതമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഷെറ് വരുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ, യാ അല്ലാഹ് വല്ലാത്തൊരു മൊഞ്ചാണ് കേട്ടാ. കാരണം ഹൈറ് വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കൂല, ഷെറ് ഓർമ്മയിലുണ്ടാവും, കൺട്രോളിൽ പോകും നമ്മൾ. മനസ്സിലായ? ഞാനിങ്ങനെ യൂട്യൂബിലും ചെയ്യുന്നത് നിങ്ങളെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടാ, ഒരു ടൈം പാസ്. എന്തെങ്കിലും പഠിച്ചതല്ല ഇങ്ങനെ പറയുമ്പോ ചില ആൾ കമന്റ് എല്ലാം എഴുതും, അതായത് എനിക്ക് പിരാന്താടോ, അങ്ങനെ രസത്തിൽ വരുന്ന ഞാന് ഇപ്പൊ അടുത്ത് ബുറൈമി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഒമാനില് ബുറൈമിയിൽ കുറച്ച് ദിവസം, ഒരു കൊല്ലത്തോളം ഉണ്ടായി. അവിടുത്തെ ഒരു സുബഹി നിസ്കാരത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഒരു 4:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് എന്നിട്ട് പള്ളിയിലേക്ക് പോകുമ്പോഴേക്ക് യാ അല്ലാഹ് ഒരു 5-6 സഫ് അറബികളും അഫ്ഗാനികളും പാകിസ്ഥാനികളും ഉണ്ടാവും. ഒരു 5-6 സഫ് എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചിട്ട് ഓതി. എന്നിട്ടുണ്ട് ഒരു സുബഹി നിസ്കാരം. സുബ്ഹാനല്ലാഹ്, ഒരു ബംഗ്ലാദേശിയായിരുന്നു. എന്തോ ഒരു കിറായത്താണെന്നറിയാവോ? മാഷാ അല്ലാഹ്, അള്ളാഹു ദീർഘായുസ്സ് കിട്ടാൻ മനുഷ്യനിക്ക്. റുക്കൂവില് 13 പ്രാവശ്യം ദിക്ർ ചൊല്ലും, സുജൂദിൽ 13 പ്രാവശ്യം ദിക്ർ ചൊല്ലും, വലിയ സൂറത്ത് ഓതും.
അങ്ങനെ ആ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ ഇറങ്ങി വന്ന് ഷോപ്പെല്ലാം തുറന്നിട്ട് എന്തോ ഒരു മൊഞ്ചാന്നറിയാവുക. അല്ലാതെ ഒരു കാട്ടിക്കൂട്ടിൽ നിസ്കാരമല്ല. 13 പ്രാവശ്യം റുക്കൂയിൽ ദിക്റ് ചെല്ലുക, സുജൂദിലും 13 പ്രാവശ്യം ദിക്റ് ചെല്ലുന്നു. എന്നിട്ട് ദ്വാരുന്നു, യാ അല്ലാഹ്. നല്ല ഊതിന്റെ മണത്തിൽ AC-യിൽ ഇങ്ങനെ നിസ്കരിച്ചിട്ട് ഒരു സ്വർഗീയ അനുഭൂതിയാണ് കേട്ടാ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പഠിച്ചോനെ നമ്മളെല്ലാം അങ്ങനെ ആക്കി തരട്ടെ. ഒരു കൊല്ലത്തോളം ആ നാട്ടിലുണ്ടായി. വല്ലാത്തൊരു മുഞ്ച കേട്ടാ, വല്ലാത്തൊരു മുഞ്ച സുബഹി നിസ്കാരം. വലിയ വലിയ സൂറത്താണ് ഓതുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ബോറടിപ്പിക്കുന്നില്ല. ഈമാനിന്റെ ലദ്ദത്ത് കിട്ടുമ്പോ, അതായത് ഈമാന്റെ രസം കിട്ടുമ്പോ ചില മനുഷ്യന്മാർ ഇങ്ങനെയാണ്. അവർക്ക് ആ ഒരു രസം ഉള്ളിലേക്ക് സിദ്ധിച്ചു കഴിഞ്ഞാല് പിന്നെ ഈ ചുറ്റുമുള്ളതിലൊന്നും അവർക്കൊരു തരം ആനന്ദവും അവർക്ക് കണ്ടെത്താൻ കഴിയൂല. അതുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യൻ പറഞ്ഞത്, ശരീരത്തിൽ നിന്ന് മരണത്തിന്റെ വാസന വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന്. അതൊരു തരം ആനന്ദമായിരിക്കാം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. കാരണം ആ മനുഷ്യന്റെ സംസാരങ്ങളിൽ നിന്ന് ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങളോടൊരു ദിവസം ഉസ്താദ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മനുഷ്യന്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന ആ ഒരു കാര്യം, ആ ഒരു ചിന്തയാണ്. അതായത് ഞങ്ങളിങ്ങനെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഉസ്താദ് പറയാണ്, മരണത്തിന്റെ ചിന്ത ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ചിലർക്ക് പോലും ഇവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കിതാബ് ഓതിയിട്ട് നിങ്ങൾക്ക് ഹല്ല് ചെയ്ത് പഠിക്കാൻ കഴിയൂല എന്ന്. മരണമെന്ന ഒരു ചിന്ത ഹൃദയത്തിലേക്ക് കടന്നു വരലോട് കൂടി ഈ ദുനിയാവിനെ എല്ലാ മനുഷ്യന്മാരും തൊലാക്ക് ചൊല്ലുകയാണ്. കാരണം പിന്നീട് അള്ളാഹു എന്ന ഒരു ചിന്തയിലേക്ക് നമ്മളൊക്കെ കടന്നു പോകും. ആ മനുഷ്യന്റെ ഓരോ വാക്കുകളിൽ നിന്നും അത് വളരെയേറെ പ്രതിഫലിച്ചിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മനുഷ്യൻ ഒരുപാട് നല്ല കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ മനുഷ്യന്റെ പേരിൽ ഒരു ഫാത്തിഹ നിങ്ങളൊന്ന് ഓതണേ എന്നാണ്. കാരണം ആ മനുഷ്യനിനി നമുക്ക് കൊടുക്കാനുള്ളത് ആ ഒരു ഫാത്തിഹ മാത്രമാണ്. 6 അടി മണ്ണിന്റെ അടിയിലാണ് ആ മനുഷ്യൻ. അള്ളാഹു അവന്റെ ജന്നാത്തു നഈമിൽ നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ചലിക്കുവാനാകാതെ നാം കിടക്കും, ചലിക്കുവാനാകാതെ നാം കിടക്കും. ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും.